ഹലോ ഗായ്സ്, ഇത് ഞങ്ങളുടെ കുടുംബം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ലോഗാണ്. നമ്മൾ പോയത് നമ്മു ഗ്രാൻഡ് സെൻട്രൽ പാർക്കിലാണ്. അത് താനെയിലാണുള്ളത്. താനെയിൽ കൊൽഷിത്തിലാണ് ഈ പാർക്കുള്ളത്. അപ്പം ഒരു വലിയ പാർക്കാണ്. ഒരു ഡേ ഫുൾ നമുക്കവിടെ ചിലവഴിക്കാനായിട്ട് പറ്റും. അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ആ ഒരു പാർക്കിൽ വിസിറ്റ് ചെയ്യുക. മുംബൈയിലാണ് ആ പാർക്ക്. അപ്പം മുംബൈയിൽ വരുന്നവർ ഡെഫിനറ്റ്ലി ആ ഒരു പാർക്ക് വിസിറ്റ് ചെയ്യുക. അപ്പം എൻട്രൻസിന് 20 രൂപ, അഡൾട്ട്സിന് 20, സീനിയർ സിറ്റിസന് 10 രൂപയും, പിന്നെ ചിൽഡ്രൻസിന് ഫ്രീയുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി പാർക്കിലെ കാഴ്ചകൾ കാണാം. ഒത്തിരി വെറൈറ്റി ഓഫ് ട്രീസും പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. അതുപോലെ ഒരു വെറൈറ്റി ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയതാണ് ഈ ഒരു ചെടി. അത് കണ്ടാൽ ഇങ്ങനെ കൊറോണയുടെ ആരെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് തോന്നും. ഇങ്ങനെ പുറത്തിങ്ങനെ വെള്ള കളറ് കുത്തു കുത്തു ഡോട്ട്സ് ഉണ്ട്, മഞ്ഞ കളർ. ഒത്തിരി ഈ ട്രീ അവിടെ ഒത്തിരി നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലൊരു കാഴ്ചയായിരുന്നു. അതുപോലെ ഒത്തിരി ട്രീസും പ്ലാന്റ്സും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കുറുമ്പൻ ഒത്തിരി അവിടെ ഓടിക്കളിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ നന്നായിട്ട് അവൻ എൻജോയ് ചെയ്തു. ഒത്തിരി പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഒത്തിരി പല പല ആക്ടിവിറ്റീസ് അവിടെ ചെയ്യാനായിട്ടുണ്ട്. അപ്പം ഇതാണ് ഞങ്ങളുടെ കണ്ണിൽ ആദ്യം പെട്ട ഒരു വെറൈറ്റി ചെടി എന്ന് പറയുന്നത്. ചെടിയല്ല, മരം. ഓക്കെ, നമുക്ക് എത്രത്തോളം അതിൽ ഈ ക്യാമറയിൽ കൂടെ വിസിബിൾ ആവും എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. നേരിട്ട് കാണാൻ ഒത്തിരി ഇങ്ങനെ ഇതിൻ്റെ മരങ്ങൾ ഇഷ്ടംപോലെ ഞങ്ങൾ കണ്ടായിരുന്നു. ഈ മരം കേരളത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഈ മരത്തിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. അപ്പം അത് അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റിൽ പറയണേ. ഇവിടെ ഒത്തിരി കളിക്കാനായിട്ട് പ്ലേ ഏരിയാസ് ഉണ്ട്. ചെസ്സ്, അങ്ങനെ സ്പോർട്സ് ഏരിയ, ജിം ഏരിയ, അങ്ങനെ ഒത്തിരി ഏരിയാസ് ഉണ്ട്. അത് ഞങ്ങൾ കുറച്ച് ചെസ്സ് കളിച്ചായിരുന്നു. അച്ഛൻ എന്നെ തോൽപ്പിച്ചു ഗൈസ്. ചെസ്സ് കളിച്ച് അച്ഛൻ തോൽപ്പിച്ചു. അങ്ങനെ ഒത്തിരി എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ മെയിനായിട്ട് നമുക്കൊരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ അകത്ത് ഒരു ഫുഡും അലൗഡ് അല്ല. പ്ലാസ്റ്റിക്, വൺ ടൈം യൂസ് പ്ലാസ്റ്റിക് ഒന്നും ഇതിൻ്റെ അകത്ത് നമുക്ക് അലോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതിനകത്ത് നമുക്കൊന്നും കഴിക്കാനോ കുടിക്കാനോ ഒന്നും കിട്ടും. നമ്മളിങ്ങനെ ചുമ്മാ പ്രകൃതിയെല്ലാം കണ്ടിങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നടക്കേണ്ടി വരും. പിന്നെ ഒത്തിരി പ്ലേ ഏരിയ ഉണ്ട്. കുഞ്ഞു പിള്ളേർക്ക് ഒത്തിരി കളിക്കാനും അവരെ ഒത്തിരി എൻഗേജ് ആക്കാനും ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് സ്ലൈഡിൽ കയറിയായിരുന്നു. അങ്ങനെ ഒത്തിരി ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റാണ്. തറയിൽ വീണാൽ നമ്മൾ തല പൊട്ടുകയോ കൈ മുഴുവൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. എല്ലാം സോഫ്റ്റ് മെറ്റീരിയൽസാണ്. തറ മൊത്തം അവർ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ മെയിനായിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ഫുൾ ഫ്രീ ആണ്. ഒരു പൈസയും കൊടുക്കണ്ട. ചില പാർക്കിലൊക്കെ നമുക്ക് എൻട്രൻസ് ഫ്രീ ആയിരിക്കും. പിന്നെ അകത്തോട്ട് കയറുമ്പം ഓരോ ഗെയിംസും കയറുമ്പം അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. സിപ്പ് ലൈൻ, അങ്ങനെ ഒത്തിരി പല തരത്തിലുള്ള ഗെയിംസും ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. കുറുമ്പ് നല്ല ഓട്ടമായിരുന്നു. അവിടെ അവൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഓരോ ഇതിലും അവനെക്കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള എല്ലാം അവനവിടെ കാണിച്ചായിരുന്നു. അപ്പം എല്ലാവരും, കുഞ്ഞുങ്ങളുള്ള എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു പാർക്ക് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് വലിയവർക്ക് അവിടെ ഒന്നും ഇല്ലേയും ചോദിക്കുന്നവർക്ക് ഉണ്ട്. വലിയവർക്കും ജിം ഏരിയ, സ്പോർട്സ് ഏരിയ, അങ്ങനെ പല പല ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. കൽപ്പത്താരു പാർക്ക് സിറ്റി എന്നാണ് അതിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത്. അതിൻ്റെ അകത്തോട്ട് ഒത്തിരി നമുക്ക് 2 കിലോമീറ്ററോളം നടക്കാനും വണ്ടി അലൗഡാണ്. നടന്നു പോകുന്നതാണ് കുറച്ചും കൂടെ രസം. ഈ മരങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു വേറൊരു വൈബാണല്ലോ. അപ്പം അങ്ങനെ 2 കിലോമീറ്റർ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിൻ്റെ അകത്ത് തന്നെ പല ഗാർഡൻ തീംസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ഗാർഡൻ, ചൈനീസ് ഗാർഡൻ, അങ്ങനെ ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാർഡൻസ് ഉണ്ട്. ലേക്കുണ്ട്, വെള്ളച്ചാട്ടമുണ്ട്. അതെല്ലാം ഓരോ വീഡിയോസായിട്ട് ഇടാം. ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോസായിട്ട് തന്നെ ഇടാം. അതോടൊപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.